നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. കൂടൽമാണിക്യം ദേവസ്വത്തിന്റേതാണെന്ന് അവകാശപ്പെടുന്ന ഇരിഞ്ഞാലക്കുടയിലെ പഴയ സബ് ജയിലുണ്ടായിരുന്ന സ്ഥലം ദേവസ്വത്തിന് തിരിച്ചു നൽകാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ കൌൺസിൽ യോഗത്തിൽ ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ പ്രമേയത്തോട് വിയോജിച്ച് LDF, പ്രമേയത്തെ അനുകൂലിച്ച് BJP. വ്യാഴാഴ്ച ചേർന്ന മുനിസിപ്പൽ കൌൺസിൽ യോഗത്തിലാണ് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പ്രമേയം അവതരിപ്പിച്ചത്. കൂടൽമാണിക്യം ദേവസ്വത്തിന്റേതാണെന്ന് അവകാശപ്പെടുന്ന ഇരിങ്ങാലക്കുട ഢാണാവിലെ സബ് ജയിലുണ്ടായിരുന്ന സ്ഥലം മുൻവിധികളില്ലാതെ കൃത്യമായ പരിശോധനയിലൂടെയും തെളിവുകളുടെയും ആസ്പദമാക്കി ദേവസ്വത്തിന് തിരിച്ചു നൽകാൻ വേണ്ട നടപടികൾ സമയബന്ധിതമായി നിർവഹിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രമേയത്തിന്റെ കോപ്പി റവന്യൂ വകുപ്പ് മന്ത്രിക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും ദേവസ്വം ബോർഡ് ചെയർമാനും അയക്കുമെന്നും MP ജാക്സൺ കൌൺസിൽ യോഗത്തെ അറിയിച്ചു. പ്രമേയം ഐക്യകണ്ഠേന പാസാക്കണമെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അഭ്യർത്ഥിച്ചു. എന്നാൽ ഐക്യകണ്ഠേന കൊണ്ടുവരുന്ന പ്രമേയം തങ്ങളോട് ആലോചിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി എതിർപ്പുമായി LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ രംഗത്തെത്തി. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രമേയം കൊണ്ടുവരുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നായിരുന്നു PV ശിവകുമാറിന്റെ വിമർശനം. കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ ഇത് ദേവസ്വത്തിന്റേതാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകളില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നതാണെന്നും LDF അംഗങ്ങളായ CC ഷിബിൻ, KS പ്രസാദ് എന്നിവർ പറഞ്ഞു. അതേസമയം ദേവസ്വത്തിന് അവകാശപ്പെട്ട ഭൂമി ദേവസ്വത്തിന് വിട്ടു നൽകണമെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ TK ഷാജു പറഞ്ഞു. ഇതോടെ LDF BJP അംഗങ്ങൾ തമ്മിലുള്ള വാഗ്വാദത്തിനും യോഗം വേദിയായി. പ്രമേയത്തെ പിന്തുണച്ച് UDF അംഗം സുജ സഞ്ജീവ് കുമാർ രംഗത്ത് വന്നതും LDF അംഗങ്ങളുമായുള്ള തർക്കത്തിന് ഇടയാക്കി. വാഗ്വാദങ്ങൾക്കൊടുവിൽ LDF അംഗങ്ങളുടെ വിയോജിപ്പോടെ കൌൺസിൽ യോഗം പ്രമേയം പാസാക്കുകയായിരുന്നു. സമയബന്ധിതമായി നിർവഹിക്കുന്നതിന് ഈ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന ബഹുമാന സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ഈ പ്രമേയത്തിന്റെ പകർപ്പുകൾ ബഹുമാന റവന്യൂ വകുപ്പ് മന്ത്രിക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും ബഹുമാന കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാനും ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണെങ്കിൽ ദേവസ്വം എടുക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. സംശയില്ല. അതേപോലെ കാണാൻ പേരൊന്നുകൊണ്ട് ജയിലിൽ പറഞ്ഞത് ആ ജയിൽ എത്ര കാലം കൊള്ള കൊച്ചിക്കാരുടെ സമയത്ത് ജയില്. പക്ഷേ ദേവസ്വത്തിന്റെ ആധികാരികമായ രേഖയുടെ ഞങ്ങൾക്ക് തടസ്സത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രമേയം കൊണ്ടുവന്ന് സ്ഥലം അങ്ങനെ സർക്കാർ പ്രമേയം വളരെ അത്യന്താപേക്ഷിതം ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഭൂമി ദേവസ്വത്തിന് തിരിച്ചുവിടണം. എങ്ങനെ കൈവശ രേഖ കൊടുക്കണം? തഹസിൽദാരുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തത് സർക്കാർ കൊടുക്കാൻ പറ്റുക? അത് കൃത്യമായ അജണ്ടയാണ്. ദേവസ്വത്തിന്റെ ഭൂമി വളരെ സൂത്രത്തിലൂടെ കൈക്കലാക്കുന്നതിനാണ് സർക്കാർ നടത്തിയത്. അതിനോട് തന്നെ ഈ പ്രമേയത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു. ദേവസ്വം ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇത് ദേവസ്വത്തിന്റെ ഭൂമി എന്നുള്ള പേപ്പറുകൾ നീക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൃത്യമായ ഈ പ്രമേയം കൊണ്ടുവരുന്നതിനാണ് ഇപ്പൊ നിങ്ങളോട് തർക്കിച്ചില്ലേ ഈ തർക്കം നാട്ടിൽ വ്യാപിക്കാതിരിക്കാനാണ്. ഇപ്പൊ രണ്ടു കൂട്ടർ തർക്കിച്ചില്ലേ അവിടെ, പക്ഷേ ഇത് തർക്കം കുഴപ്പമുണ്ടാക്കിയില്ല. ഇത് നമ്മുടെ നാട്ടില് വളർന്നു വരാതിരിക്കാനാണ് ഒരു
ദേവസ്വത്തിന് അർഹതപ്പെട്ട ഭൂമി ദേവസ്വത്തിന് വിട്ടു നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ ടി.കെ. ഷാജു പറഞ്ഞു. ദേവസ്വം ഭൂമിയെ റവന്യൂ ഭൂമിയാക്കി മാറ്റാനുള്ള സംഘടിത ശ്രമമാണ് സംസ്ഥാന സർക്കാരും സ്ഥലം എം.എൽ.എയും കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതിയും ചേർന്ന് നടത്തുന്നതെന്നും ടി.കെ. ഷാജു ആരോപിച്ചു. കാലകാലമായിട്ട് നമുക്കറിയാം കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ ഭൂമിയാണ് ഡാണാവിലെ ജയിലിരിക്കുന്നതും CA ഓഫീസും പഴയകാലത്ത് CA ഓഫീസ് ഇരുന്ന സ്ഥലം. 18/19 പോലീസിന്റെ സർക്കുലറിൽ പറയുന്നുണ്ട് അത് ദേവസ്വം ഭൂമിയാണ്. ദേവസ്വം അനുവദിച്ചുകൊണ്ടാണ് അവിടെ ആ കെട്ടിടങ്ങൾ വർക്ക് ചെയ്തത്. ഇവിടെ വളരെ സംഘടിതമായി തന്നെ സർക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ ദേവസ്വം എന്ന് പറഞ്ഞാൽ ആരാ, ദേവസ്വത്തിൽ ഭരിക്കുന്നവരാരാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ആളുകൾ വളരെ സംഘടിതമായി തന്നെ ദേവസ്വം ഭൂമിയെ, നമ്മുടെ സർക്കാർ ഭൂമിയെ റവന്യൂ പൊസഷൻ കൊടുത്തുകൊണ്ട് അത് പോലീസിന് കൈമാറിക്കൊണ്ട് അവിടെ ഒരു കെട്ടിടം പണിയാനുള്ള സംഘടിത നീക്കം നടത്തിക്കൊണ്ടിരുന്നത്. ദേവസ്വം ഭൂമി കയ്യേറ്റം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെയാണ് ഇവിടെ ചെയർമാൻ എന്നൊരു പ്രമേയം അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് അതിന് കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെ ഒരു നല്ലൊരു കാര്യം, നല്ലൊരു ആശയം എന്ന രീതിയിൽ ദേവസ്വത്തിന്റെ ഭൂമി ആർക്കും അങ്ങനെ തട്ടിയെടുക്കാൻ കഴിയില്ല എന്ന രീതിയിൽ അത്തരം ഒരു നിലപാടെടുത്തുകൊണ്ടാണ് ചെയർമാൻ അവതരിപ്പിച്ച പ്രമേയത്തെ ഭാരതീയ ജനതാ പാർട്ടിയും ഐക്യകണ്ഠേന അതിനെ പിന്താങ്ങിയത്. അതിന് LDF പറയുന്നത് എന്താ, ഇവിടെ ഷാജുട്ടനല്ല, ഞങ്ങൾ 6 ആളടക്കമുള്ള ആളുകളാണ് എല്ലാവരും ഐക്യകണ്ഠേന പാർട്ടിയുടെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രമേയത്തെ പിന്താങ്ങിയത്. ഇവിടെ നമുക്കറിയാം ഇത് കാലാകാലമായിട്ട് നടക്കുന്നതാണ്. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ, അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, ഇവർ രണ്ടു കൂട്ടരും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ കാലാകാലങ്ങളിൽ ഇതുപോലെയുള്ള ദേവസ്വത്തിന്റെ ഭൂമികൾ ഇങ്ങനെ മറ്റു പല ആളുകൾക്കും കൊടുത്താണ് ദേവസ്വത്തിന് ഇപ്പോൾ ഭൂമി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ സർക്കാർ ഈ റവന്യൂ രേഖ കൊടുത്തിട്ടുണ്ട്, പൊസഷൻ രേഖ കൊടുത്തിട്ടുണ്ട്, അവിടെ പണിയാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്ന് പിൻവാങ്ങണം. ദേവസ്വം അടക്കമുള്ള അധികാരികൾ ഇതിന്ന് പിൻവാങ്ങണം. മന്ത്രി അടക്കമുള്ള ആളുകൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ഭൂമി ദേവസ്വത്തിന് തിരിച്ചു നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് BJP ഐക്യ. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് കൌൺസിൽ യോഗത്തിൽ പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ കുറ്റപ്പെടുത്തി. BJP പിന്തുണയോടെ പ്രമേയം പാസാക്കിയതിലൂടെ അന്തർധാര വ്യക്തമാണ്. ദേവസ്വത്തിന് അവകാശപ്പെട്ട ഭൂമി ദേവസ്വത്തിന് ലഭിക്കണമെന്നാണ് LDFന്റെ നയം. ഇക്കാര്യത്തിൽ ആവശ്യമായ തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് റവന്യൂ അധികൃതർ നടപടിയെടുത്തിട്ടുള്ളത്. ഇത് മറച്ചുവെച്ചാണ് പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളതെന്നും PV ശിവകുമാർ കുറ്റപ്പെടുത്തി. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ ചെയർമാൻ കൗൺസിൽ യോഗം ഒരു പ്രമേയം അടിയന്തരമായിട്ട് കൊണ്ടുവന്നു. ആ പ്രമേയം അടിയന്തരമായിട്ട് കൊണ്ടുപറയാൻ കാരണം ഏകകണ്ഠമായിട്ട് കൊണ്ടുവന്നേ ഞാനോ പ്രസാദ് പോലും LDFന്റെ പാർലമെന്ററി പാർട്ടി എടുക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അത്തരത്തിലുള്ള രീതിയിൽ പ്രമേയം ഏകകണ്ഠമായി എന്ന് പറഞ്ഞത് തെറ്റാണ്, ശരിയല്ല. ആ പിന്തുണത്തിലേക്ക് BJP-കാരാണെന്ന് ഇപ്പോൾ അവസാനം മനസ്സിലായത്. കാരണം ഞങ്ങൾ ഒരിക്കലും ദേവസ്വത്തിനെതിരല്ല. ഞാനാണ് 30 കൊല്ലം ദേവസ്വത്തിന്റെ പല കമ്മിറ്റികളായി പ്രവർത്തിച്ച ആളാണ്, മനസ്സിലായി. ഞങ്ങൾ ദേവസ്വത്തിന്റെ ഭൂമി വിശ്വാസത്തിന്റെ ഭാഗം ദേവസ്വത്തിന് എടുത്തോട്ടെ, അല്ലാണ്ട് ഞങ്ങളതിനെതിരല്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായ പ്രമേയത്തിന് വിഷയം ഡാണാവിലുള്ള നമ്മുടെ പഴയ പോലീസ് സ്റ്റേഷൻ അത് ദേവസ്വത്തിന്റെ വിട്ടുകൊടുക്കുന്ന പ്രമേയം ചെയർമാൻ കൊണ്ടുവന്നു. പഴയ പോലീസ് സ്റ്റേഷന്റെ സമയത്ത് ആ പഴയ CI ഓഫീസായിരുന്ന സ്ഥലം ദേവസ്വത്തിന് വിട്ടുകൊടുക്കുന്ന പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച കൂടിയ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഇത് ചർച്ച ചെയ്തിരുന്നു. ചർച്ച ചെയ്തപ്പോൾ BJP-യോ കോൺഗ്രസിന്റെയോ ഒരു പ്രവർത്തകരും അവിടെ ഇതിനെക്കുറിച്ച് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം ദേവസ്വത്തിന്റെ കൃത്യമായി രേഖയില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൺട്രോൾ റൂം തുടങ്ങുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് തുടങ്ങാനായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു പോലീസ് കൺട്രോൾ റൂം അവിടെ തുടങ്ങാനുള്ള പദ്ധതി സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ദേവസ്വത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ദേവസ്വം എടുത്തോടെ ഞങ്ങളതിനെതിരല്ല. കാരണം കച്ചേരികൾക്ക് എത്ര വർഷമായിട്ട് വിട്ടുകൊടുക്കാത്ത നമ്മുടെ ഗവൺമെന്റ് വിട്ടുകൊടുത്ത ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് VS നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി വന്നിട്ട് നമ്മൾ വിട്ടുകൊടുത്ത് ആരെതിരല്ല. ആ ഭൂമി ഇപ്പോഴും ദേവസ്വത്തിന്റെ ഭൂമിയായിട്ട് ബോർഡും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടുതൽ BJP അതേപോലെ തന്നെ കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് അന്തർധാര, കാരണം ഇപ്പൊ നമ്മുടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ അന്തർധാര ബന്ധത്തിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ നാട്ടിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുവാനാണ് മുനിസിപ്പൽ കൌൺസിൽ എന്ന നിലയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളതെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ വിശദീകരിച്ചു. ഇത് കൃത്യമായ അന്വേഷണം നടത്തി സമയബന്ധിതമായി നടപടി സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്.
ഇക്കാര്യത്തിൽ LDF അംഗങ്ങളുടെ വിയോജിപ്പിനെ രാഷ്ട്രീയമായ പക്വതയില്ലായ്മയായി മാത്രമേ കാണാനാകൂ. 2005 കച്ചേരിവളപ്പ് ദേവസ്വത്തിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് താൻ ചെയർമാൻ ആയിരുന്ന കാലഘട്ടത്തിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നതായും MP ജാക്സൺ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ദേവസ്വം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ പ്രമേയത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ LDF അംഗങ്ങളുടെ നടപടിയുമായി കൂട്ടി വായിക്കേണ്ടി വരുമെന്നും MP ജാക്സൺ പറഞ്ഞു. 5 കൗൺസിലിൻ്റെ കാലത്താണ് ഈ കച്ചേരി ഉറപ്പ് ദേവസ്വത്തിന് വിട്ടുകൊടുക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചത്. ഇതേ നഗരസഭാ കൗൺസിൽ തന്നെ. അന്ന് കുറച്ചുകൂടി പക്വതയുള്ള നേതാക്കന്മാരായിരുന്നു കൗൺസിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ഐക്യകണ്ഠേന പാസ്സാക്കി. ഇപ്പോൾ ഞാൻ ഐക്യകണ്ഠേന അവതരിപ്പിച്ചപ്പോൾ ഈ പക്വത ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇപ്പം മനസ്സിലായ പക്വത, അന്നത്തെ പോലത്തെ പക്വത ഇന്നത്തെ നേതൃത്വത്തിനില്ലാതെ മൊത്തത്തിൽ വന്നിട്ടൊരു മൂല്യച്യുതിയാണ്. എല്ലാ മേഖലയിലും മൂല്യച്യുതി വരുന്നതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയത്തിലും വന്നു. അതിൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ വന്നിട്ടുള്ള ഒരു കുറവാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു എതിർക്കുന്നത്. രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. രാഷ്ട്രീയം അറിയുന്നവരാണെങ്കിൽ എതിർക്കില്ല. രാഷ്ട്രീയം അറിയില്ല. രാഷ്ട്രീയം അറിയാത്ത കാരണം കൊണ്ടാണ് ഈ എതിർപ്പ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമല്ല. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണെങ്കിൽ സമയബന്ധിതമായിട്ട് കൊടുക്കാൻ തീരുമാനം ഉണ്ടാവും. നീട്ടിക്കൊണ്ടുപോകരുത്. ആവശ്യമില്ലാതെ റവന്യൂവിൻ്റെ തീരുമാനം കളക്ടറുടെ തീരുമാനമൊക്കെ ആക്കി കൊണ്ടുപോകുന്നു. താലൂക്ക് സഭയിലും മറ്റുള്ള വേദികളിലൊക്കെ അനാവശ്യ ചർച്ചകൾ കൊണ്ടുവന്ന് അതിനെ വഷളാക്കി പോകരുതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഉത്തരവാദപ്പെട്ട നഗരസഭ കൗൺസിൽ തന്നെ അതിലൊരു ഓപ്പൺ തീരുമാനം എടുക്കുന്നത്. ഞാൻ രഹസ്യമായിട്ടെടുത്ത തീരുമാനമല്ലല്ലോ, ഓപ്പണായിട്ട് കൗൺസിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ നിയമസാധ്യതയ്ക്ക് അറിയാത്ത ഒരാളല്ലല്ലോ ഞാൻ. കൗൺസിലിൽ എങ്ങനെയാണ് പ്രമേയം അവതരിപ്പിക്കേണ്ടതെന്നും ആ പ്രമേയം അവതരിപ്പിച്ചാൽ എങ്ങനെയാണ് അതിന് പിന്തുണ നേടേണ്ടതെന്നും അതിന് എതിർപ്പ് വരുമ്പോൾ എങ്ങനെയാണ് അത് രേഖപ്പെടുത്തേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വം അവർക്ക് അറിയാത്തതുകൊണ്ട് വെറുതെ വെച്ചുണ്ടാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാട്ടിലൊരു കലാപവും സംഘർഷവും ഉണ്ടാവാതെ നമ്മൾ പുലർത്തിപ്പോരുന്ന മതസൗഹാർദ്ദം നാളെയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതൊരു മുതലെടുക്കേണ്ട ആവശ്യം ഇന്ന് ഐക്യജനാധിപത്യത്തിനുണ്ടെങ്കിൽ ഇനിയാണ് നിയമനത്തിലില്ല. ജനക്ഷേമ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാണ് ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഡോക്ടർ ഷാജു കാവുങ്കൽ പറഞ്ഞു. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആം ആദ്മി പാർട്ടി നൽകുന്ന വോട്ട് പാഴാകുമെന്ന പ്രചരണമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രചരിപ്പിക്കുന്നത്. ഇത് വാസ്തവമല്ലെന്ന് പഞ്ചാബും ഡൽഹിയുമെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നും ഡോക്ടർ ഷാജു കാവുങ്കൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ഇപ്രാവശ്യം നമ്മൾ സജീവമായിട്ട് ഇനി മുതൽ ഈ ഇലക്ഷൻ മുതൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്ന ഇലക്ഷൻ മുതൽ സജീവമായ എല്ലാ ഇലക്ഷനിലും പങ്കെടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. പലവിധ ആരോപണങ്ങളും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പലരുടെയും A ടീമാണ് B ടീമാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം എല്ലാ ആരോപണത്തിനും ഉള്ള ഒറ്റ മറുപടിയാണ് എല്ലാ മണ്ഡലത്തിലും മത്സരിക്കാമുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ഞാൻ ജനവിധി തേടുന്നത്. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഇലക്ഷനിലൊന്നും മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പോളിസി തന്നെ പ്രചരണത്തിൽ നടത്തുന്ന ധൂർത്തൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് വളരെ അനാവശ്യമായിട്ടുള്ള പ്രചരണ കോലാഹലങ്ങളും ധൂർത്തും ഒഴിവാക്കുക എന്നുള്ളതാണ്. ബാക്കി പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഡൽഹിയിലും പഞ്ചാബിലൊക്കെ നടന്ന ആം ആദ്മി മോഡൽ ജനക്ഷേമം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഈ അടുത്താണ് പഞ്ചാബിൽ എല്ലാ കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത്. മറ്റ് ബസ് യാത്രയും കുടിവെള്ളം ഇലക്ട്രിസിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് 10 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഓരോ കുടുംബത്തിനും ഏർപ്പെടുത്തിയത്. അതുപോലെയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആണ് ആം ആദ്മി പാർട്ടിയുടെ മോഡല്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ദേശീയ വികസന ഏജൻസിയായ ഭാരത് സേവാ സമാജിന്റെ ദേശീയ അവാർഡിന് അർഹനായ ജോസ് മാമ്പുള്ളിയെ ഇരിങ്ങാലക്കുട പീപ്പിൾസ് കോപ്പറേറ്റീവ് ബാങ്ക് അനുമോദിച്ചു. 20 വർഷക്കാലം ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും ബാങ്ക് വൈസ് പ്രസിഡന്റുമായിരുന്നു ജോസ് മാമ്പുള്ളി. ബാങ്ക് പ്രസിഡന്റ് MP നെൽസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ED ജോസ്, മുൻ പ്രസിഡന്റ് ജോസ് കൊറിയൻ, ഭരണസമിതി അംഗം പത്മജ രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു.
ഗിഫ്റ്റ്സൺ ബിജു സ്വാഗതവും സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഷെല്ലി ടി.എ. നന്ദിയും പറഞ്ഞു. പൊതുപ്രവർത്തകരായിട്ട് എപ്പോഴും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൽ തലയിൽ വെച്ചാൽ പ്രവർത്തിക്കാൻ ഭയങ്കര സന്മാൻ സാറാണ്. എല്ലാത്തിനും മുൻപന്തിയിൽ തന്നെ ഇങ്ങനെ ആർക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. ചിലർക്ക് ഇവിടെ വെറുതെ ഇരുന്ന് ഉറക്കം വരിക, അധികം പ്രശ്നം ഉണ്ടാക്കണം ചിലർക്ക്. അങ്ങനെ പുള്ളിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 100% നമുക്ക് വിശ്വസിച്ചേൽപ്പിക്കാം. അപ്പോൾ എനിക്ക് പുള്ളി യുനെസ്കോയുടെ ഇത്ര സംഘടന പ്രവർത്തിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് തന്നെ. സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അവാർഡ് ഭാരതീയ സേവാ സമാജം ഇന്ത്യയിലത്തെ പ്ലാനിംഗ് കമ്മീഷണർ ഇന്ത്യയുടെ പല പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളിലും തലയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച് പോകുന്ന ഒരു പ്രസ്ഥാനം ഭാരതീയ സേവാ സമാജം. 1952 ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ തുടങ്ങി വെച്ചു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു അതിൻ്റെ ഫൗണ്ടേഷൻ അവരാണ് ഈ പ്രസ്ഥാനത്തിന് ഫൗണ്ടേഷൻ തറക്കല്ലിട്ട് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയത്. എപ്പോഴും ഇതൊരു നാഷണൽ പ്രസ്ഥാനമായതുകൊണ്ട് ഇതിൻ്റെ ലീഡർഷിപ്പിലധികം നാഷണൽ ആൾക്കാർ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് കേരളത്തിന് പുറത്തും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ് അവർ. ഈ വർഷം സ്റ്റേറ്റ് കേരളത്തിൻ്റെ ഒരാളാണ് നാഷണൽ പ്രസിഡന്റ്. അതുകൊണ്ടായിരിക്കാം കേരളത്തിലെ ആൾക്കാരെ അവർ അന്വേഷിച്ച് പിടിച്ചത്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.